മധ്യകാല ഇന്ത്യ ചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു രാജാവാണ് അലാവുദ്ദീൻ ഖിൽജി. 1396 ദേവഗിരിയൊക്കെ ആക്രമിച്ച് കീഴടക്കുന്ന ഖിൽജി പിന്നീട് 1300-കളിൽ 2 തവണ ഗുജറാത്ത് ആക്രമിക്കുന്നുണ്ട്. അവസാന തവണ ഗുജറാത്ത് ആക്രമിച്ച് കീഴടക്കുകയും ഗുജറാത്തിലെ രാജ്ഞിയെ സ്വന്തമാക്കുകയും ചെയ്ത ഖിൽജി അവിടെ ഹിജഡ കമ്മ്യൂണിറ്റിയെപ്പെട്ടിട്ടുള്ള മാലിക് കഫൂറിനെ സ്വന്തമാക്കുന്നു. അടിമയായിട്ടുള്ള മാലിക് കഫൂർ, ഹസാരി ദിനാരി എന്നറിയപ്പെടുന്ന മാലിക് കഫൂർ. മാലിക് കഫൂറുമായി പിന്നീട് ഖിൽജി പ്രണയത്തിലാവുകയും ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് ഖിൽജി ഡൈനാസ്റ്റിയെ കൊണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. മെറാരി ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാർ ഖിൽജിയെ വിമർശിക്കുകയും ഒട്ടേറെ കൊട്ടാര മുഖ്യന്മാർക്ക് ഇതിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രത്യക്ഷത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അതേസമയം മാലിക് കഫൂർ ആ ഖിൽജി ഡൈനാസ്റ്റിയിൽ വളരെ സർവ്വശക്തനായിട്ടുള്ള ഒരു സൈന്യാധിപനായി മാറുന്നുണ്ട്. പക്ഷെ മാലിക് കഫൂറിന്റെ അന്ത്യം വളരെ ഭീകരമായിരുന്നു. സ്വവർഗാനുരാഗത്തിന്റെയും ഖിൽജിയുമായിട്ടുള്ള അടുപ്പത്തിന്റെയും പേരിൽ പിന്നീട് മാലിക് കഫൂർ ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ വളരെ ഐറണിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഫൂറിന്റെ മരണത്തിന് ശേഷം പിന്നീട് ഖിൽജി ഡൈനാസ്റ്റി തകരുന്നത് നമുക്ക് ഇന്ത്യ ചരിത്രത്തിൽ വളരെ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. അതിനുശേഷമാണ് തുഗ്ലക് ഡൈനാസ്റ്റി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത്.